അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതും നിങ്ങളുടെ എല്ലാ ആക്ടേഴ്സിനും അത് ബാധിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ അതോ അതിൽ വന്ന അവതാരകയ്ക്ക് തെറ്റുപറ്റിയതാണോ? നമുക്ക് റാൻഡംലി ടീം സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ടീം വരുമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം ഒരു 7-8 ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. സോ ഇന്ന് ഇൻ്റർവ്യൂ ടീം വന്നപ്പം ദേ ടോൾഡ് അസ്, ഞങ്ങൾ നിങ്ങളുടെ എന്ത് ചോദിച്ചാലും ബോൾഡായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ആർ യു വില്ലിങ് ടു ആൻസർ എന്നുള്ളത്. ഞാനും അഷ്കറും വി വെർ ഓക്കെ, ലൈക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ. പക്ഷേ ദ ക്വസ്റ്റ്യൻ അവർ പിന്നീട് ചോദിച്ചത് ഫ്രെയിം ചെയ്ത രീതി വാസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയാണ്. അപ്പം വി റിയാക്ട്. സോ ആൻഡ് ദെൻ വി വാക്ക്ഡ് ഔട്ട് ബിക്കോസ് കൂടുതൽ റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടോ കാര്യമില്ലല്ലോ. സോ റെസ്പെക്ട്ഫുള്ളി വി റിയാക്റ്റഡ് ഇൻ എ വേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ. ആൻഡ് ദെൻ വി വാക്ക്ഡ് ഔട്ട്. കാര്യം അവിടെ നിന്നിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. സോ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരുന്ന പല രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്യാറ് ഒരു ചോദ്യം. അതിൻ്റെ ഫ്രെയിമിങ് രസകരമായിരുന്നില്ല. സോ അത് ദർ ഇസ് നോ ഓപ്ഷൻ അതർ ദെൻ അവിടെ നിന്ന് പോവുക എന്നുള്ളതല്ലാണ്ട് വേറെ ഓപ്ഷൻ. ആൻഡ് ദെൻ ഇപ്പം അതിനെപ്പറ്റി ഞങ്ങൾ വിട്ടു. ഇപ്പം വി ആർ ഫോക്കസിങ് ഓൺ DNA now. കാര്യം ചോദിച്ചു. ഇപ്പം നിങ്ങളെല്ലാവരും ആണെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനതങ്ങനെ തിരിച്ചുത്തരം തരുന്നു. ആൻഡ് ദെൻ നമ്മളത് പാർട്ട് ചെയ്ത് പോകുന്നു. യു ഗൈസ് ഗോ, ഐ ഗോ അല്ല. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? സോ ലീവ് ഇട്ട്. ഇത്രയും റിയാക്ട് ചെയ്യേണ്ട പോലെ റിയാക്ട് ചെയ്തു, മാറി. ആൻഡ് അതിപ്പോൾ എൻ്റെ മൈൻഡിൽ നിന്ന് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ലൈക്ക് യു സൈഡ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇപ്പോൾ പോപ്പപ്പ് ചെയ്ത് എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ജസ്റ്റ് ലീവിങ് ദാറ്റ് ബിക്കോസ് റൈറ്റ് നൗ ഞങ്ങളുടെ ഫോക്കസ് നമ്മളെല്ലാവരെയും നിങ്ങളിപ്പോൾ നിൽക്കുന്നതും DNA വേണ്ടിയല്ലേ. DNA മൂവിയുടെ പ്രൊമോഷൻ മാക്സിമം തിയേറ്ററിൽ ആൾക്കാർ വരിക. ഇപ്പം എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. സോ കൂടുതൽ ആൾക്കാർ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയാണ് ഇപ്പം ഞങ്ങളെല്ലാം ഹോൾ ടീം ട്രൈ ചെയ്തത്. അല്ല, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളങ്ങനെ പ്രതികരിച്ചു. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ അത് ടെലികാസ്റ്റ് ചെയ്യരുത് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് പിന്നെ എങ്ങനെ ഞങ്ങൾ ആക്ച്വലി പിന്നീട് ഡിലീറ്റഡ് ആയല്ലോ. അതെല്ലാം ഡിലീറ്റഡ് വൈറലായിട്ട് ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്. അത് എനിക്കറിയത്തില്ല. ഞങ്ങൾ ആക്ച്വലി അതിന് വേണ്ടി ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതിനും കംപ്ലീറ്റ്ലി ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഡിലീറ്റ് ആക്കണമല്ലോ. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഏജൻസി ഉണ്ട്, നഷ്കൻ്റെ ടീമിൽ കുറേ പേരുണ്ട്. സോ വർക്കിംഗ് ഓൺ ഇറ്റ് അതെല്ലാം ഡിലീറ്റ് ആക്കാൻ വേണ്ടി. ബിക്കോസ് അൺനെസസറി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ദെൻ അതിന് ഇപ്പം എല്ലാവരും ഇപ്പം കണ്ടു കേട്ടു എന്ന് പറഞ്ഞു. ആൻഡ് വി റിയാക്റ്റഡ് ഓൾസോ അല്ലേ. മിണ്ടാതിരുന്നിരുന്നെങ്കിൽ വേറെ വ്യാഖ്യാനം വന്നേനെ. മിണ്ടി റിയാക്ട് ചെയ്തു, അത് കഴിഞ്ഞു. വി ആർ ഡൺ വിത്ത് ഇറ്റ്. ആൻഡ് അതിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അത് അവർ റിമൂവ് ചെയ്യുമായിരിക്കും. ബിക്കോസ് കുറേ സ്ഥലത്തൊന്നും കാണുന്നില്ല എന്ന് കുറേ പേര് വിളിച്ച് പറഞ്ഞു. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. അത് ഡിലീറ്റ് ആവണം.